ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ നമ്മച്ചിമാരുടെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഞാൻ പുതിയ കണ്ണാടിയൊക്കെ വാങ്ങിച്ചു. പിന്നീട് ഞാൻ ഒരുപാട് അനന്തപുരത്താണ് കേട്ടോ പോണത്. അപ്പം നമ്മൾ ഇപ്പം കുറാങ്കുഴി എന്ന് പറയുന്നൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആൻഡ് ഞാൻ ആദ്യം ഈ സ്ഥലത്തിന് കണ്ണൻകുഴിയാളാണ് വായിച്ചത്, സോറി. അപ്പം പിന്നീട് എനിക്ക് നന്നായിട്ട് വൊമിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഓൺ വോയിസും കൊടുക്കാൻ പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ശബ്ദമുണ്ട്. പിന്നെ ഞാൻ വൊമിറ്റ് ചെയ്യാൻ വരുന്നത് കൊണ്ടും എങ്ങനെയെങ്കിലുമൊക്കെ അത് നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ ഇരുന്നങ്ങ് സംസാരിച്ചതാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വോയിസ് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന കേൾക്കില്ലല്ലോ. ഓക്കെ. ആൻഡ് എന്താ പറയുക, ഇപ്പം നമ്മൾ കാരേറ്റ് എത്തിയിട്ട് എടുത്ത വീഡിയോ ആണ് ഗൈസ്. ക്യാരറ്റ് എത്തിയപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഇതൊന്നും തിരുവനന്തപുരം സിറ്റി എൻ്റർ ചെയ്തിട്ടില്ല, കൊല്ലത്തല്ലേ കാരേറ്റ്. അപ്പം നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴ്ന്ന് പട്ടി കുരയ്ക്കുന്ന ശബ്ദമൊക്കെ കേൾക്കാം, നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഇപ്പം നമ്മൾ കന്യാകുളങ്ങരയെങ്ങാണ്ട് എത്തിയപ്പോൾ എടുത്ത വീഡിയോ ആണെന്ന് തോന്നുന്നു. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലെ വീഡിയോ ഒക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് പറയുന്നുണ്ട് നമുക്കിന്ന് തമ്പാനൂരാണ് ഇറങ്ങാനുള്ളത്. അപ്പം ബേക്കറി ജംഗ്ഷൻ കഴിഞ്ഞുള്ള സ്റ്റോപ്പിലാണ് തമ്പാനൂർ ബസ് സ്റ്റാൻഡ്. അവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത്. ഓക്കെ. അപ്പം ഇതിപ്പോൾ എന്തോ ഒരു ബ്ലോക്കോ അങ്ങനെ എന്തെല്ലോ ഇങ്ങനെ പെട്ട് കിടക്കുകയാണ്. നമ്മൾ കുറച്ച് നേരം കിടന്നു. കാരണം എന്ന് വെച്ചാൽ ക്രിസ്മസ് അല്ലേ, അപ്പോൾ എല്ലാവരും ഉണ്ടാവും. പിന്നെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ പട്ടം അങ്ങാണ്ട് എത്തിയെന്ന് തോന്നുന്നു. പട്ടം എത്താറായപ്പോൾ എടുത്ത വീഡിയോ ആണ് ഗൈസ്. അപ്പം ഇത് കന്യാകുളങ്ങരയാണ്, തിരുവനന്തപുരത്ത് കന്യാകുളങ്ങരയാണ്. ആൻഡ് ഇങ്ങോട്ടൊക്കെ ഞാൻ വന്നിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഓർമ്മയില്ല ഇതൊക്കെ ഏത് സ്ഥലങ്ങളാണെന്നൊക്കെ. ഞാൻ ഇഷ്ടംപോലെ പ്രാവശ്യം വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വർഷങ്ങൾ കൊണ്ട് വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് തിരുവനന്തപുരം. അതുകൊണ്ട് തന്നെ എനിക്ക് എവിടെയാണ് ഇറങ്ങേണ്ടത്, ഏത് സ്റ്റോപ്പ് കഴിഞ്ഞാണ് എന്നൊക്കെ അറിയാം. പക്ഷേ എനിക്ക് ഇതൊക്കെ ഏത് സ്ഥലങ്ങളാണെന്ന് അറിയില്ല. ഓക്കെ, ബേക്കറി ജംഗ്ഷൻ കഴിഞ്ഞുള്ള സ്റ്റോപ്പ് തമ്പാനൂർ ബസ് സ്റ്റാൻഡാണെന്ന് അറിയാം. അവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടതെന്നും അറിയാം. പിന്നെ അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് വേണം നമ്മൾ ഇങ്ങോട്ട് വരാനെന്നും അറിയാം. വേറെ സ്ഥലങ്ങളുടെ പേരൊന്നും എനിക്കറിയില്ല വലുതായിട്ട്. പിന്നെ കന്യാകുളങ്ങര കഴിഞ്ഞ പട്ടമാണെന്നൊക്കെ അറിയാം, അതൊക്കെ അറിയാം. പക്ഷെ വേറൊന്നും അറിയില്ല. ഓക്കെ. അപ്പം ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന വീഡിയോസ് ഇങ്ങനെ എടുത്ത് കൂട്ടുകയാണ്. ഞാൻ എന്തിനാണ് ഇങ്ങനെ വീഡിയോസ് എടുത്തതെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ വീഡിയോസൊക്കെ എടുത്തു, അത്രയേ ഉള്ളൂ. തിരുവനന്തപുരം സിറ്റി ആയതുകൊണ്ട് നല്ല രീതിയിൽ കടകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വൊമിറ്റ് ചെയ്യാനൊക്കെ വന്നതുകൊണ്ട് ഞാൻ കുറച്ച് നേരമൊക്കെ കിടന്ന് ഉറങ്ങി. എന്നിട്ടൊക്കെ എണീച്ചപ്പം എത്താറായിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്താറായി. അങ്ങനെയായിരുന്നു. ഇഷ്ടം പോലെ ബിൽഡിങ്സ് ഉണ്ട്, ഇഷ്ടം കണക്കിന് ബിൽഡിങ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ഐ ഒപ്റ്റിക്കൽസും ഉണ്ട് കേട്ടോ, ഒരുപാട് ഐ ഒപ്റ്റിക്കൽസ് ഉണ്ട്. ഇപ്പം ഇനിയും അങ്ങോട്ട് മൊത്തം പള്ളികൾ ആണ്. നമ്മളെ സ്റ്റാറൊക്കെ തൂക്കിയിട്ടിട്ട് നല്ല രസമാണ് കേട്ടോ. അവിടുത്തെ പള്ളികളൊക്കെ അലങ്കരിച്ചിരിക്കുന്നത് കാണാം, ക്രിസ്മസ് ടൈമിൽ പ്രത്യേകിച്ച്. മരങ്ങളൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. ഇതെന്തോ ഒരു സംഭവമാണ്, എന്തോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ എന്തോ ഒരു കോളേജോ അങ്ങനെ എന്തോ കണ്ടാണ്. അപ്പം അതും അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാ കണ്ടോ, സ്റ്റാറൊക്കെ ഇട്ട് അലങ്കരിച്ച് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ഇന്ന് ക്രിസ്മസ് ആണ്. അപ്പോൾ എല്ലാവർക്കും മേരി ക്രിസ്മസ്. ഞാനത് പറയാനായിട്ട് വിട്ടുപോയി. ഭയങ്കര മേരി ക്രിസ്മസ് ഗൈസ്. കാരണം ക്രിസ്മസ് അവധിയൊക്കെയാണ്. എല്ലാവരും അടിച്ച് പൊളിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ട്രിപ്പൊക്കെ പോകുന്നുണ്ടോ എന്ന് പറയുക. ഇത് കണ്ടോ, ഇത് മൊത്തം വെള്ള സ്റ്റാർസാണ് കേട്ടോ അലങ്കരിച്ചിട്ടേക്കുന്നത്, വെള്ളമാണ്.
പക്ഷെ അപ്പുറത്തെ പള്ളിയിലോട്ട് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, നല്ല അടിപൊളി എന്താ പറയുക കളേർഡ് സ്റ്റാർസൊക്കെയാണ് ഇട്ട് വച്ചിരിക്കുന്നത്. പിന്നെ ഇത് പട്ടത്തോ പാളയത്തോ അങ്ങാണ്ടുള്ള പള്ളികളാണ് ഗൈസ്. ഓക്കെ, അപ്പം നമ്മൾ എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ബാഗുകൾ, ഇത് പാളയത്തെ എന്തോ ചന്തയാണ്, അപ്പം അവിടെ ഇഷ്ടംപോലെ ബാഗുകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് അതൊക്കെ ഇങ്ങനെ കാണാൻ നല്ല രസമുള്ള ബാഗാണ്. പക്ഷെ ഭയങ്കര വില, അത്രേ ഉള്ളൂ. 300-400 രൂപയൊക്കെ ആവും ഒരു ബാഗിന്. അപ്പം അതായത് നമ്മൾ ഈ ചന്തകളിലൊക്കെ പൊതുവേ വില കുറച്ചാണല്ലോ സാധനങ്ങൾ വയ്ക്കുന്നത്, ആ വിലയ്ക്ക് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കടയിലൊക്കെ പോയാൽ ഈ സെയിം വില തന്നെയാണ്. നമ്മൾ ചന്തയിൽ ഇറങ്ങുന്ന എന്തിനാണ്, കടയിൽ നിന്ന് വില കുറച്ച് കിട്ടാനില്ല. ഓക്കെ, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പം നമ്മൾ എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവിടെ എല്ലായിടത്തും സ്റ്റാറൊക്കെ ഇട്ട് ലൈറ്റൊക്കെ ഇട്ട് ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ടൊക്കെ. ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിച്ചിട്ട് സെറ്റായിട്ടാണ്. ഞാൻ ഇതിന് മുമ്പേ ഒരു ക്രിസ്മസ് ട്രീ കണ്ടായിരുന്നു, പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫോൺ എടുത്തപ്പോൾ ബസ് കടന്നങ്ങ് പോയി, അതുകൊണ്ടാണ് അത് നടക്കാത്തത്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരു ബസ് വന്നു, ഒരു ബസ്സിൻ്റെ പുറകെ പോവുകയാണ് നമ്മൾ. ആൻഡ് എന്താ പറയുക, പിന്നെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ ഈ 2 കമ്പി ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഇടയിൽ കൂടെയാണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് ബ്ലർ എന്തോങ്ങാണ്ട് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഓട്ടോയിൽ ഇരിക്കുകയാണ്, നമ്മൾ തമ്പാനൂർ ഇറങ്ങിയിട്ട് നമ്മൾ ഓട്ടോയിൽ നിന്ന് പോവുകയാണ് കേട്ടോ, അങ്ങോട്ട് പോവുകയാണ്. ഇങ്ങോട്ട് ഒത്തിരി കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ റോഡിലൊക്കെ, കാരണം ക്രിസ്മസ് ആയതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.